പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പറഞ്ഞാലും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ. സ്തുതികട്ടെ, ഹരങ്ങളടിച്ച് ചേരിയിരിക്കും മതിലെന്നോ ഒളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ച ചെറിയിരിക്കും മതിലെന്നോ ഒളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ച നിന്ദനം കേട്ടിടത്തിൽ നിന്നെ ഉയർത്തി ഉന്നതനാമേശോരു പ്രവൃത്തി ചെയ്യും. നിന്ദനം കേട്ടിടത്തിൽ നിന്നെ ഉയർത്തി ഉന്നതനാമേശോരു പ്രവൃത്തി വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ കെസ്സിയ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങൾ. കെസ്സിയയുടെ പ്രോബ്ലം, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിട്ട് അപ്പന് ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇയർ ബാലൻസിന് അപ്പോൾ കെസ്സിയുടെ ഒരു പ്രത്യേകത, ഉടമ്പടിയുടെ ധ്യാനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ചാണ് കേൾക്കണത്. ഉടമ്പടിയുടെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധ്യാനം കൂടണമെന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ഡേഷൻസ് ഉണ്ടാകണത് എല്ലാം ഇവിടെ. നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. ഉടമ്പടി എന്ന് പറയുമ്പോൾ പുറപ്പാട് 25-35 വെച്ചുള്ള സംസാരമാണ്. കാര്യം ഞാൻ എൻ്റെ ജനങ്ങളോട് കൃപാസനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചന പ്രഘോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കർത്താവ്. നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്കറിയാവില്ല. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മളൊരു കൃപയും കീടമൊക്കെ ആയിട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മളെ അംഗീകരിക്കണില്ല, നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല. വീട്ടിൽ തന്നെ ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അവരുടെ അനീതിയായിരിക്കും, ചിലപ്പോൾ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായാലും, പക്ഷേ ഫീൽ ചെയ്യണം നിനക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷനാണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില. അപ്പോഴും നീ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, നിൻ്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസേന നിനക്കുണ്ട്. പക്ഷെ നീ ഇത് കണ്ടെത്തണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, നിനക്ക് എന്നോട് നീ കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. നീ എനിക്ക് കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അപ്പൊ കെസ്സിയ വന്ന് പറഞ്ഞത്, അവളുടെ അപ്പൻ ഇങ്ങനെ ഇയർ ബാലൻസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുടുംബം അരിമുട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം. ആ ധ്യാനത്തിലൂടെ
കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ എന്താ കെസിയോട് പറഞ്ഞത്? ഉടമ്പടി ഇരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ. ഇവിടെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കണ മനസ്സിൽ ഈശോ കേൾക്കണം, ഈശോ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ ഇത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ടേണ്ട മനുഷ്യരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല. സ്വർണം പോലെയല്ലേ, സ്വർണത്തിൻ്റെ വില കുറയത്തില്ലല്ല. ചളങ്ങിയാലും കുറയത്തില്ല, അത് കറുത്താലും കുറയത്തില്ല, വില കുറയത്തില്ല അതിൻ്റെ. അപ്പം അതുപോലെ നീ സ്വർണ്ണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നീ സ്വർണ്ണമാണ് എനിക്കെന്ന്. സ്വർണം മങ്ങിപ്പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ വില കുറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെ കുറിച്ചും പറയുന്നത് ദൈവം ചോദിക്കണം എങ്ങനെ, സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കണത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്, നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്? നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അതായത് ഈ വില കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവത്തിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈൻ ലീസോ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? വിലാപങ്ങൾ. നീ എന്തവസ്ഥയാണെങ്കിലും തങ്കമാണ്. ഇപ്പോഴും മങ്ങിപ്പോകാം, പക്ഷേ വില കുറഞ്ഞിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മനുഷ്യരും അറിയേണ്ടതാണ്, എൻ്റെ പാപാവസ്ഥ, എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവത്തിരുസന്നിധിയിൽ എൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനൻറ്റ്. അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത്? നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം, ഇപ്പോൾ കെസിയായോട് പറഞ്ഞത് എന്താണ്, ഡോക്ടർ പറഞ്ഞത് എന്താ, അപ്പായി ഇനി ജോലിക്ക് പോയിട്ടത് കേട്ടോ, അപ്പായിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അത് തിരിച്ച് വീണ്ടും വരുമെന്ന് പറയും. അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ, അരിമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് പറഞ്ഞ് അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ ചിലർക്ക്
വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കൂടിയാൽ, അല്ല സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, വന്ന് അവിടെ വന്ന് വെച്ചും ഉടമ്പടി എടുക്കണം, നോക്കാം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ. ഓ, അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷേ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കവാ, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല, നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്. ഇന്നും ദൈവതിരുസ്ഥൻ്റെ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിൻ്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവതിരുസ്ഥന് നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലേറ്റതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവതിരുസ്ഥന് നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെളിപാടാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. നമുക്ക് എസ്യ ഉടമ്പടി എടുത്തപ്പോൾ അപ്പായോട് പോകരുത്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളിലേക്ക് തൂക്കുകട്ടെ വടിന് പോകേണ്ട കാര്യമില്ല, പെരപണിക്ക് ഇനി പോകാൻ പറ്റത്തില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടല്ലേ. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം കേട്ട്. പ്രസംഗം എന്താ പറയണത്? നിങ്ങൾ ഉടമ്പടിക്കാലത്ത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് ദൈവസ്വരമായിട്ട് ശ്രദ്ധിക്കണമെന്ന്, ദൈവം അവരിലൂടെയും നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ അവരിലൂടെ അത് ഇവർക്ക് അഭിഷേകമായിട്ട് തോന്നി. എന്നുവെച്ചാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ദൈവസ്വരമായിട്ട് നീ കേൾക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇത് കേട്ടിട്ട് ഉടനെ ഇവളെ കേൾക്കണത് എന്താണ്? അപ്പായെ വീണ്ടും ആൾക്കാർ വന്ന് പെരപണിയാൻ വിളിക്കണതാണ്. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇനി മറ്റുള്ളവർ പറയണത് നീ കേൾക്കണം, അവരിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് വന്നില്ല. അപ്പോഴേ ഇവൾക്കത് അഭിഷേകമായി. ഈ അഭിഷേകം എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവചനത്തിനും മറ്റുള്ളവരുടെ വചനത്തിനും നമ്മൾക്ക് ക്യാച്ച് ചെയ്തിട്ട് ഓൺ ദി സ്പോട്ടിൽ ഓൺലൈനായിട്ട് ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കണം. ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ദർശന വരം ഉള്ളവർക്ക് ദൈവം തരേണ്ട ഒരു വരമാണ്. വ്യാഖ്യാന വരം ഉള്ളവർക്കും വിവേചന വരമെന്ന് സംഭവമുണ്ട്. ആ കരിസ്മാറ്റിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് അതിനകത്ത് പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അത് കഴിഞ്ഞിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം വരുമ്പോഴാണ് ഇത് വരണത്, വിവേചനം വരണത്. പക്ഷെ ഉടമ്പടിയിൽ നീ ഉടമ്പടിയുമായിട്ട് നീ കർത്താവിൻ്റെ ഐക്യത്തിലായത് കാരണം ഈ ദാനങ്ങളെല്ലാം നിനക്ക് നിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആനുപാതികമായിട്ട് നിനക്ക് വിവേചനം വരം കൂടി കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കെസിയുടെ സാക്ഷ്യത്തിൻ്റെ വചനങ്ങളെ നോക്കിയിട്ട് വീണ്ടും വീട് പണിയാനും തൂക്കിക്കട്ടയുമായിട്ട് വിളിക്കുന്നതിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഇവിടെ കയറണത്. ഇവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു കാര്യത്തിന് വേണ്ടി വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് സന്ദേശം ചോദിക്കാൻ വേണ്ടി വചനം ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലുള്ള എല്ലാം തന്നെ വചനത്തിലൂടെ ആൾക്കാർ കർത്താവിനോടൊക്കെ ഒന്ന് ആലോചന ചോദിക്കുന്നുണ്ട്. ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്ന എല്ലാവരോടും ആൾക്കാരോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം കമ്മ്യൂണിക്കേഷൻ കവനനിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കവനനിൻ്റെ ഭാഗമാണ്. കവനൻ്റെ ആര് കവനൻ്റിലായാലും ഉടനെ കമ്മ്യൂണിക്കേഷൻ ആകും.
അപ്പോൾ ചിലർക്ക് നല്ല വെട്ടിപ്പായിട്ട് സംസാരിക്കാൻ അറിയാം ദൈവത്തോട്, ചിലർ സംസാരിക്കത്തില്ല പക്ഷെ മനസ്സിൽ ഓർക്കും. എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ, അപ്പോൾ ഈ അതായത് ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ കെസിയയുടെ സാക്ഷ്യത്തിന് പറ്റുന്ന വചനം കർത്താവിക്ക് തന്നു. അത് സക്കറിയയുടെ വചനമാണ്. ഞാൻ കേട്ട് വായിച്ചിട്ടില്ലാത്ത വചനമാണത്. ഇപ്പം കാണിച്ചുകൊണ്ട് ഞാൻ നോക്കിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അതായത് സക്കറിയ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൂക്കുകെട്ടുമായിട്ട് തിരിച്ചു വരികയാണ്. അതായത് വിഡ്രോ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും വിഡ്രോ ചെയ്തിരിക്കുന്ന ജീവിത രീതികളിലേക്കും നമുക്ക് ഉടമ്പടിയിലൂടെ തിരിച്ചു വരുന്നതിന് പ്രവചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം വാഗ്ദാനമാണല്ലോ. നെക്സ്റ്റ് ലൈൻ. ജെറുസലേമിൻ്റെ മേൽ അളവ് ചരവ് പിടിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ പറഞ്ഞ് വീണ്ടും വിളിച്ചു പറയുക, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും. അതായത് അളവ് ചരട് കൊണ്ട് പിടിച്ച് അതിനെ നിർമ്മിച്ച് ഉയർത്തി വളർത്തുന്ന, അതായത് നമ്മളുടെ ജീവിതം മുഴുവനും റീസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവിൻ്റെ പ്രവാചകവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഐശ്വര്യമായാലും ശരി. അപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ 5 കീമോ എടുത്തവരാണെന്ന് പറയത്തില്ല. കാര്യം എന്താണ്? അത് വേറെ ആയിട്ട് അത് അതിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് അത് ഇവർക്ക് ബോഡിക്ക് ഏറ്റതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഓരോ വിഷയം അങ്ങനെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണ് നമ്മളെന്ന് പറയാത്ത രീതിയിൽ ഈ പുനഃസ്ഥാപന റീസ്റ്റേഷൻ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനങ്ങൾ 8,000 കേട്ടോ. 8,880 വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള ജീവിതത്തെയാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് ഈ 8,850 വാഗ്ദാനങ്ങളിൽ പെട്ടത് മാത്രമായിരിക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം വരാൻ പോണത്, പുതുതായാലും പഴയതായാലും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ലവ് ലെവല്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ന്റെ 7-ാമത്തെ സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ഇപ്പം ദൈവത്തിൽ ഇത്തിരി വിശ്വാസം മങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു ഫോർമുലയാണ്. ദൈവത്തോട് അല്പം സ്നേഹം നിങ്ങൾക്ക് മങ്ങിയാൽ, വിശ്വാസം മങ്ങിയാൽ, നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം മങ്ങിയാൽ എന്താ പറ്റണത്? സംശയം കൂടും. അതാണ് കാര്യം. വിശ്വാസവും സംശയം കൂടിയാണ് ഉള്ളത്. വിശ്വാസം എന്ന് പറയണത് സംശയരഹിതമായ ഒരു അവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈശോ ചോദിക്കുന്നത്, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? അപ്പം വിശ്വാസം അല്പമായാൽ സംശയം കൂടിയിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ പിടിച്ചുകൊണ്ട് ആര് പിടിച്ച കാര്യം പറയണേ? പത്രോസിനെ. അപ്പം ഉടനെ അതായത്
സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോറി ഇങ്ങനെയാണ്. കർത്താവ് കടലിൻ്റെ മീതെ രാത്രി വരുന്ന ഭാഗമാണിത്. ഇപ്പം കടലിൻ്റെ മീതെ കർത്താവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചുകൊണ്ട് പത്രോസ് ഒത്തിരി സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ലോർഡ് ഇറ്റ് ഈസ് യു ഇഫ്, അതായത് നീയാണ് എങ്കിൽ എന്നോടും ഈ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ കൽപ്പിക്കുന്നത്. ഈ പത്രോസ് ഈശോ കടലിൻ്റെ മീതെ വരുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പത്രോസിൻ്റെ ഉള്ളിൽ വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണ് വരണത്. അപ്പോൾ ഈശോ കണ്ടപ്പോൾ വേറെ ആർക്കും തോന്നാത്തൊരു കൊതിയാണ്. കൊതിയല്ല ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. പത്രോസിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം, സ്നേഹത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതായത് ഭയങ്കര, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ്. അപ്പോൾ സ്നേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ പത്രോസിന് സ്വാതന്ത്ര്യം കൂടുതലാണ്, കാര്യം സ്നേഹം കൂടുതലാണ്. അപ്പോൾ കടലിൻ്റെ മീതെ കർത്താവെ കണ്ടപ്പോൾ ഈ മനുഷ്യനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഒരു അധികാരമുണ്ടല്ലോ. പറഞ്ഞ്, കർത്താവേ നീയാണതെങ്കിൽ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ എന്നോട് പറയാൻ പറയും, എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയും. അത് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തോത് ചിന്തിക്കാൻ പറ്റുന്ന അല്ല, ശരിക്കും അത്രയും കൂടുതലാണ്. പക്ഷേ ഈ സ്നേഹത്തിലാണ് ഇവൻ ഈ യാത്ര ചെയ്യണത്. കടലിൻ്റെ മീതെ, വിശ്വാസത്തിലല്ല. കടലിൻ്റെ മീതെ കർത്താവ് പത്രോസ് യാത്ര ചെയ്യും കർത്താവിൻ്റെ അടുത്തേക്ക്, അത് സ്നേഹത്തിലാണ് യാത്ര ചെയ്യണത്. പക്ഷെ കാലം നനഞ്ഞ് കാറ്റടിച്ചപ്പോൾ പെട്ടെന്ന് സ്നേഹം മറന്നുപോയി. അപ്പോൾ ഉടനെ ഇവൻ ഡുമ്പെന്ന് പറഞ്ഞ് താഴേക്ക് വരും. ഉടനെ കർത്താവ് ഉടനെ കയറി പിടിക്കുക പറഞ്ഞു അല്പവിശ്വാസി. എന്താണ്? അപ്പോൾ അല്പസ്നേഹമുള്ളവരെന്നല്ല, അതായത് സ്നേഹമാണെങ്കിൽ എന്താ ചെയ്യണത്? അങ്ങോട്ട് പോകണം. നമ്മുടെ യാത്ര എപ്പോഴും വിശ്വാസത്തിലല്ല യാത്ര, പിന്നെന്താണ്? സ്നേഹത്തിലാണ് യാത്ര. അപ്പോൾ ഒരു ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്ന് പറയണത്, അവളുടെ പട്ടയം എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയം എന്ന് പറഞ്ഞ ബാങ്കുകാരെടുക്കത്തില്ല. അപ്പോൾ അവൾ ഉടമ്പടി വെച്ചിരിക്കണത് പട്ടയ ഭൂമി, പുറമ്പോക്കിൻ്റെ പട്ടയ ഭൂമി, താമസിക്കാനുള്ള ഗവൺമെൻറ് ഒരു ടെമ്പററി പെർമിറ്റാണ് ഉള്ളത്. അത് ബാങ്കുകാർ ഈടായിട്ട് എടുക്കണം. അതിനുവേണ്ടിയാണ് ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണ്? എനിക്ക് വേറെ മാർഗമില്ല. പുറമ്പോക്കിൽ താമസിക്കുന്ന എനിക്ക് പുറമ്പോക്കിലെ പട്ടയഭൂമി, ടെമ്പററി പെർമിറ്റുള്ള, താമസിക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം അത് ഞങ്ങൾക്ക് ബാങ്കിൽ ഈടായിട്ട് വെക്കണം, പണിയാണ്. അതിന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ത് ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്? അത് വിശ്വാസത്തിലല്ല ചെയ്തിരിക്കുന്നത്, സ്നേഹത്തിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള സ്നേഹത്തിൽ. നമ്മുടെ യാത്ര, ഉടമ്പടി യാത്ര എപ്പോഴും സ്നേഹത്തിലാണ്. എന്തുമാത്രം ആൾക്കാരാണ് 100 മേനിയും കൊയ്യണത്. ആരാ കൊയ്യണത്? ഈ വിശ്വാസികളല്ല കൊയ്യണത്, സ്നേഹക്കാരാണ് കൊയ്യണത്. അവരങ്ങനെ കണ്ണുപൊട്ട് ദൈവത്തിലങ്ങനെ സ്നേഹത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് പോയാണ്. അതാണ് കർത്താവ് ചോദിക്കുന്നത്. അതായത് എന്നിട്ട് ഇവിടെ കൊണ്ട് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവളോട് കർത്താവ് മാതാവ് സ്വപ്നത്തിൽ പറയും, അല്ല 2 ദിവസം കഴിയുമ്പോൾ, ആ സാക്ഷ്യം നമ്മൾ ഈ ആഴ്ചയിലുള്ള സാക്ഷ്യമാണ്. 2 ദിവസം കഴിയുമ്പോൾ, ഉടമ്പടി കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ മനോരമയിൽ ഒരു വാർത്ത വരും. എന്താ വാർത്ത വരുന്നത്? അതായത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഈട് വെക്കാമെന്നും പറഞ്ഞ് വാർത്ത വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെയൊക്കെ പോക്ക് കണ്ടില്ലേ? ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ് എന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളത് ആനുഷംഗികമായിട്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞ കാര്യമില്ല. നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന സംഭവം. സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണത്? വചനത്തിൻ്റെ വാഗ്ദാനം എന്താണ്? നീ ഈ രാജ്യത്തിൻ്റെ നിയമം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ മാറ്റുമെന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തോതെന്ന് പറയണത് സ്വന്തം പുത്രനെ വരെ നൽകുന്ന തോതാണ്. കൈയടിച്ച് ശ്രുതികട. അപ്പോൾ ഇതെന്ത് സംഭവിച്ചാലേ, അതിനുശേഷം പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് ലോണാക്കും, അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സ്റ്റോറി തുടങ്ങണത് എങ്ങനെയാണ്, ഇതിങ്ങനെ സ്റ്റോറി പുരോഗമിക്കണത് എങ്ങനെയാണ്? ഇതെല്ലാം 10 ദിവസം കടലിൻ്റെ മീതെ സ്നേഹത്തോടെ യാത്ര ചെയ്ത പോലുള്ള ഉടമ്പടി യാത്രയാണ് ഈ സംഭവം. ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് മാതാവ് ഇവരോട് പറയും, കമ്മ്യൂണിക്കേഷൻ മാതാവ് പറയും, നീ ചെന്ന
ആ കൊടുത്ത പട്ടയം തിരിച്ചു വാങ്ങിക്കാൻ പറയും. കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ. എന്നിട്ട് ഇവിടെ മാതാവ് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ബാങ്കിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ 15,000 രൂപയെ അടച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം കടമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ എന്താ മാനേജർ ചോദിക്കും, എന്തിനാ വന്നത്? അതാ പട്ടയം തിരിച്ചു തരാം. ആ തരാവേ, ആ മൊത്തം കാശ് അടച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചമ്മി പോകും. അപ്പോൾ മാതാവ് ഞാൻ ചമ്മിയല്ല, നീ പറഞ്ഞിട്ട് അത് പറഞ്ഞോളൂ ശരിയാണല്ല, പൈസ നടക്കാതെ ഇങ്ങനെ പട്ടണം തന്നെ. ഇവള് മാനേജറിൻ്റെ പട്ടം ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാനേജർ വിളിക്കുകയും പറയും, ആ കുഴപ്പമില്ല പട്ടയം കൊണ്ടുപോയി കൊള്ളാൻ പറയും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലക്ക് മരവിപ്പിച്ചു പോകും. ശരിയാ സംഭവം. ഉടനെ മാനേജർ ഇവർക്ക് പട്ടയം കൊടുക്കും. അതായത് നമ്മൾ ഉടമ്പടി വിഹിതമായിട്ട് ഇവളോടാണ് പറഞ്ഞിരിക്കണത്, പോയി പട്ടയം മേടിച്ചോളാം, പൈസ അടച്ചിട്ടില്ല. ആദ്യം ഈ പട്ടയം അടക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇത് ഈ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യനാണ് നീയെങ്കിലും നീ അനുഭവിക്കുന്ന സാധാരണ വിഷയങ്ങളിൽ പോലും അസാധാരണമായിട്ടാണ് ഉടമ്പടി ദൈവം ഇടപെടണത്. കൈ ഇടിച്ചു സുഖട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി, ഉടനെ ഈശോ വെറൈറ്റി പറഞ്ഞ ഉടനെ ഈശോ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് വിശ്വാസവും സംശയവും ഒരുമിച്ച് വസിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? വിശ്വാസം കുറഞ്ഞാൽ സംശയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യണോ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പറയും. എന്താ കാര്യം? ഈ പത്രോസ് ആദ്യം ഈ ആക്ഷൻ കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആരിലുള്ള? യേശുവിലുള്ള സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ എല്ലാം നടക്കണ ഇതാണ്. ഈ ഉടമ്പടിയിൽ ആൾക്കാർ ഹാർവസ്റ്റ് ചെയ്യുന്ന എല്ലാം വലിയ സ്നേഹിതന്മാരുമാണ് ദൈവത്തിൻ്റെ ഹാർവസ്റ്റ് ചെയ്യണത്. അത് കെസിയയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെസിയയുടെ അപ്പൻ ജോലിക്ക് പോകും, പഴയതുപോലെ ആവും. പഴയതുപോലെ ആയി കുറച്ച് കാലം കഴിയുമ്പോൾ കെസിയയുടെ കുഞ്ഞിനെ അതിന് ഉടമ്പടിയിലുള്ളതാണത് ആ വിഷയം. അതാണ് ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം. ആ കൊച്ചു നിരങ്ങണില്ല, നിൽക്കണില്ല, നടക്കണില്ല. അപ്പോൾ നിരങ്ങത്തുമില്ല, നിൽക്കത്തുമില്ല, നടക്കത്തുമില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ കൊച്ച് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് നടക്കണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൊച്ചിനൊരു മാറ്റമില്ല. പക്ഷേ കൊച്ചിന് മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ഉഴപ്പണില്ല. പല ആൾക്കാർക്കുള്ളൊരു കുഴപ്പം അതാണ്. അവർ ഉടമ്പടി വെച്ച കാര്യത്തിന് നീക്കുപോക്കില്ലെങ്കിൽ ദൈവം പോലും അറിയാത്ത രീതിയിൽ ഇവർ ന്യൂട്രായിട്ട് ഉടമ്പടി ചവിട്ടിപ്പിടിക്കും. ഒന്നെങ്കിൽ രാവിലെ കൊടുക്കേണ്ട ഉടമ്പടി വെയിൽ താറട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ പത്രം കൊടുക്കേണ്ടതാണ്. ചില ആൾക്കാർ വെയിലത്താണെങ്കിലും പത്രം കൊടുക്കും. ചില ആൾക്കാർ പറയും വെയിൽ താറട്ടെന്ന് പറയും. വെയിലും താറട്ടുമ്പോൾ ഞങ്ങളുടെ പത്രം ആറ്റിക്കൊണ്ടങ്ങനെ ഇരുന്നപ്പോൾ പറയുമ്പോൾ അപ്പോൾ വെയിൽ താറും. അപ്പോൾ ആരെങ്കിലും കൂടെ കൂട്ട് വരട്ടെന്ന് പറയും. ഇങ്ങനെ വാദപ്പനിക്കാർ ഒത്തിരി പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയാമല്ലോ ഇതിൻ്റെ അകത്തെല്ലാം സ്നേഹം അളക്കപ്പെടും. ചില ആൾക്കാർ വെയിലെങ്കിൽ വെയിൽ കർത്താവിൻ്റെ ജോലിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചാടിക്കയറി കൊടുക്കും. ഇവരാണ് ഹാർവസ്റ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത്. കാര്യം നമ്മളുടെ സൗകര്യവും തഞ്ചവും താളവും ഒക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഉടമ്പടിനെ ചവിട്ടി പിടിക്കും, താത്തി കൊണ്ടുവരും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട്, ദൈവത്തോടുള്ള വിഷയം, അത് ചെയ്താൽ മതിയല്ല, എപ്പോഴാലും ചെയ്താൽ മതിയല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത്. പക്ഷേ അതിൻ്റെ അർത്ഥം
ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയെന്നാണ് എൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തോട് സ്നേഹം തീഷ്ണമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൂടും മഴയും വെയിലും ഒന്നും നോക്കാതെ, ഇപ്പം ചിലരില്ല ഞായറാഴ്ച കുർബാനയ്ക്കില്ലേ, ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി എലി മാളത്തിൽ നിന്ന് പുറത്ത് പറന്ന് മേഘത്തോട്ട് നോക്കണ പോലെ നോക്കും, പുറത്തേക്ക് പിന്നെയും കുടയും പിടിച്ച് വരും, പുറത്തോട്ട് നോക്കും, പിന്നെ പോകാമെന്ന് നിൽക്കും, മഴ തോരട്ട എന്ന് പറയും. ഇങ്ങനെ തോർന്ന് അവരുടെ ഉദ്ദേശം എന്താ? മഴ തോർന്ന അനുസരിച്ചുകൊണ്ട് അവിടെ പ്രസംഗം തീരും, അപ്പം എത്താം. അതാണ് ഉദ്ദേശിക്കണത്. മഴയാണെന്ന് നമ്മൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കുഴപ്പമില്ല. എന്താണ്? മഴയത് കൊണ്ടല്ലേ പോണത്, കുടയില്ലല്ലോ. അപ്പം അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം മഴ പമ്മുന്നനുസരിച്ചിട്ട് അവിടെ പ്രസംഗം കുർബാനയ്ക്ക് പോയെന്നുമായി മൊത്തം അവിടെ ഇരിക്കുകയും ചെയ്യേണ്ട. ഈ കള്ളക്കളികളെല്ലാം അപ്പം തന്നെ സ്കാൻ ചെയ്ത് പുറത്ത് വരും. നിങ്ങൾ പണി മേടിക്കണം നിങ്ങൾ തന്നെ കാരണക്കാരാണേ. നിങ്ങളുടെ തന്നെ കള്ളത്തരങ്ങൾ കാരണമാണ് ഉടമ്പടിയിൽ ലാഗ് ചെയ്ത് പോണത്. എനിക്ക് കാലെ പിടിച്ച് പറയാനുള്ള കാര്യം, ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് പിന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തോക്കാതെ നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മളായിട്ട് നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വീഴാത്ത രീതിയിൽ തീഷ്ണമായിട്ട് നിൽക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഏത് സാഹചര്യത്തിലും ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം എന്താ? നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വേർത്തൊരിച്ച് ചാടി പുറത്ത് വീണ് അപ്പോഴുണ്ട് നിങ്ങളുടെ ട്രിവാൻഡ്രം വണ്ടി നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളെ പിടിച്ചില്ലെന്ന രീതി വണ്ടി പോയി. അപ്പോൾ ഉടനെ ഡ്രൈവറിൻ്റെ തന്തക്കുറിച്ചിന് അവിടെ നിൽക്കും. നിങ്ങളുടെ ഉടമ്പടി ധ്യാനം എല്ലാം അവിടെ വെച്ച് ഉടയും. ഉടമ്പടി നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ആരാണെന്നുള്ളത് പുറത്തു വരിക്കണം സാധനം. അങ്ങനെ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യണത്? ആ വണ്ടി വിട്ടുപോയി. അതെന്ത് ചെയ്യണം? കുറച്ച് നേരം കൂടി കാത്തു നിൽക്കണം. ഞാൻ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കാത്തു നിൽക്കും ഈ വെയിലത്ത്. ആ സംഭവം നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ വരവ് വെച്ച് എഴുതി മാറ്റണം. ഇങ്ങനെയാണ് സ്നേഹത്തെ വളരണത്. പീഡിയ അല്ല ദൈവൻ്റെ തന്തക്കുളിച്ചൊരു കാര്യമില്ല. മറിച്ച് എനിക്കുണ്ടായിരുന്ന ക്ലേശത്തെ അത് ആരിൽ നിന്നുണ്ടായാലും, വീട്ടിലുണ്ടായാലും വഴിയിലുണ്ടായാലും ഇവിടെ നിന്നുണ്ടായാലും, ക്ലേശമെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നോക്കുമ്പോൾ എന്താണത്? കുരിശാണ്. ക്രിസ്തു കുരിശിനെ എന്ത് ചെയ്തു? അത് മതി. അതായത് ക്ലേശമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഉണ്ടാക്കിയാലും കണ്ടക്ടർ ഉണ്ടാക്കിയാലും വീട്ടുകാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ക്ലേശമെന്ന് പറഞ്ഞ സാധനം എന്താ? ബേസിക്കായിട്ട് അത് കുരിശാണ്. ഈ കുരിശിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചവിട്ടൊടിക്കണേണ് അല്ല. ക്രിസ്തു എന്താ ചെയ്തത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. കുരിശിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? കുരിശിൻ്റെ ആദ്യ വിശ്വാസം പറഞ്ഞില്ല. അത് ഡ്യൂട്ടിയെല്ലാം പൂർത്തിയാക്കിയിട്ട് കുരിശ് എന്ത് ചെയ്യണമെന്നുള്ള അവസാനം പറയും. എന്താണ്? കുരിശ് അപ്പായെ ഏൽപ്പിക്കുന്നു. ഇത് ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു തരേണ്ടത് എന്താണ്? അപ്പായുടെ സ്നേഹം. നിൻ്റെ സ്നേഹത്താൽ ഞാൻ മഹത്വപ്പെടട്ടെ. അപ്പ മഹത്വപ്പെടുത്തി കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അപ്പ മഹത്വപ്പെടുത്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ തരുമ്പോഴേ അതെല്ലാം കൺവേർഷനിലേക്ക് മാറ്റണം. അതെല്ലാം ക്ലേശങ്ങളെല്ലാം സ്നേഹമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ആധ്യാത്മികമായ ഒരു മെറ്റാബോളിസ പ്രക്രിയ അവിടെ നടക്കുന്നത്. ഒരു പചന വ്യവസ്ഥയാണ് നമുക്ക്. ആ പചന വ്യവസ്ഥയിൽ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷേ ക്ലേശമായിട്ടാണ് നമുക്ക് അതിനെ കിട്ടണത്. നമ്മളതിനെ പാചകം ചെയ്താണ് ക്ലേശങ്ങളെ നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മുതലായ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ചേർത്തുകൊണ്ട് ഈ ക്ലേശങ്ങളെ നമ്മൾ ദൈവസ്നേഹത്താൽ പാചകം ചെയ്യും. പാചകം ചെയ്തിട്ടാണ് ഇതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, ജീവിത ധർമ്മമാണ്, അതുപോലെ ജീവിത ശൈലിയാണ്. ഇതാ അല്ല ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതിയിട്ട് കെട്ടിത്താത്തിയിട്ട് പോകണമല്ല കേസ് കെട്ട്. അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ പ്രക്രിയകൾ, അതിൻ്റെ ഭാഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഉടമ്പടിയുടെ പ്രക്രിയയുണ്ട്, അതിൻ്റെ ജീവിത രീതികളുണ്ട്,
അതിൻ്റെ ഒരു ഭാഷ്യമാണ്. എന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ അതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം പൈതലായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്താ കാര്യം? നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. കർത്താവിൻ്റെ സ്നേഹിതനാണെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ, അത് നീയാണെങ്കിൽ എനിക്കും കടലിൻ്റെ മീതെ നടക്കാനുള്ള അവകാശമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ കെസ്യയോട് പറഞ്ഞു, ഈ കുട്ടി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അതാണ്. പക്ഷേ പിറ്റേ ദിവസം ദിവ്യകാരുടെ നാഥനെ നിത്യാരാധനയിൽ കെസ്യ കാണുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടം അവളുടെ മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിവ്യകാരുടെ നാഥനെ കാണുമ്പോൾ കെസ്യ പറയും, ഞാൻ ഉടമ്പടിയുടെ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. ആ ഒരു ഡയലോഗിൻ്റെ പോക്ക്, കമ്മ്യൂണിക്കേഷൻ്റെ പോക്ക് കണ്ട, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ കണ്ട. ഈശോനെ ദിവ്യക്കാരൻ്റെ നാഥനെ കണ്ടപ്പോൾ കെസ്യ ചോദിക്കണത് എന്താണ്? ഞാൻ അമ്മയെടുത്ത് ഉടമ്പടി എടുത്തായിരുന്നു, ആ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ കാര്യം? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, അവളുടെ കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് പിന്നീട് ഇവിടെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിക്കും, ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണേ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്തിരിക്കണേ, എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓരോ പ്രാർത്ഥനയുടെ രീതി കണ്ട. പുറത്തിറങ്ങുമ്പോൾ ഒരു മഴവില്ലിങ്ങനെ ഇവിടെ മുമ്പിൽ നിന്ന് വീശിയിട്ടിങ്ങനെ ആകാശം മുഴുവൻ നിറഞ്ഞ് കിടക്കും. മഴവില്ലെന്താണ്? ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ബൈബിൾ സൂചനയാണ് മഴവില്ല്. എന്താണ്? ഞാനത് ഓർക്കുന്നുണ്ടെന്ന്. അപ്പോൾ കൊച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഉടമ്പടി മഴവില്ലേ? മഴവില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 9:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീരും. നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ. കെസ്യ കണ്ണമാലി, അതായത് ഇവൾ പറയുന്ന രീതികൾ എന്താണ്? അവസാനം ചോദിക്കുന്നതാണ്. എന്താണ്? എത്രയോ മനുഷ്യർ ഉടമ്പടി എടുക്കുന്നതാണ്. കെസ്യയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അത് ദിവ്യക്കാരുടെ നാഥനോട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹം ഉണ്ടാകണം, ഈശോയോട് എന്ത് ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ്, പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴവില്ല് ഒരറ്റം തൊട്ട് മേഘത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഴവില്ല് എന്താ പറയുന്നത്? എന്താണ്? ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ്, ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ്. ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി 9:16 അനുസരിച്ച് കൊണ്ട് ഈ മഴവില്ല് മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി ഞാൻ ഓർക്കുമെന്ന്. ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? കൊഞ്ച് എഴുന്നേറ്റ് നടക്കണതാണ്. ഇത് കഥ മാത്രമല്ലല്ലോ, കൊച്ചെഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ. അത് നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊച്ച്
എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു വൈബിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തേണ്ടത്. കെസിയായുടെ ദൈവസ്നേഹത്തിലാണ് വിഷയം വന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കൃപാസ്നേഹത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ തറവാട്ട് മഹിമ, നിങ്ങളുടെ സ്റ്റാറ്റസ് ആൾക്കാർക്ക് നിങ്ങൾ വിസ്മരിക്കണം. വിസ്മരിക്കണം എന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കബിൾ ആകുന്നതിന് കുറേ തടസ്സങ്ങൾ വരും. ഉടമ്പടി എപ്പോഴും അങ്ങനെ വരണം. അതുകൊണ്ടാണ് അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം, ഇപ്പം മാതാവിനെക്കുറിച്ച് ഇപ്പോൾ 1:49 പറഞ്ഞില്ലേ, വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം, നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻസ്, ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് കെസിയായെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന വിശ്വാസത്തെക്കാൾ ഉപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിൽ എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പത്രോസ് എന്തും ചെയ്ത് കളയണത്. അങ്ങാണെങ്കിൽ പിന്നെ എന്താ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അത്രയും സ്വാതന്ത്ര്യം യോഹന്നാനും ഇല്ല. അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കണത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സെന്റ് പീറ്ററിനെ പോലെ വിശുദ്ധ പത്രോസിനെ പോലെ ദൈവസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 25 സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് 10 സാക്ഷ്യം, കളക്റ്റീവായിട്ട് 15 സാക്ഷ്യം, അങ്ങനെയാണ് 25 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യാണ്. ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. സാക്ഷ്യം ചോറാണ്. ബൈബിൾ അരിയാണ്, സാക്ഷ്യം ചോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ബൈബിൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം, അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാശ, അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാശ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇതിലാണ് ഈ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യ അനുഭവം, ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. അത് ഭയങ്കര തീക്ഷ്ണമായിരിക്കും. എന്താ കാര്യം വെച്ചാൽ, വേണേ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും വചനമൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പറഞ്ഞും ഒക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ
ഈ പ്രഭുത്വ സഭയുടെ ഒരു കുഴപ്പം, ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച വെള്ളം പോലെയാണ്. അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ അറിയിക്കുക, ലോകത്തിൽ യേശുവിനെ കൈമാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. ചിലപ്പോൾ 5-6 പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായിട്ട് ജീവിക്കാം. അങ്ങനെയല്ല, ഉടമ്പടിയിലൊരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു 50,000 പേര് കണ്ടാൽ നീ 50,000 പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ്. 50,000 പേര്. അപ്പം നിങ്ങളെന്താ പറയേണ്ടത്? കർത്താവേ, ഈ വർഷം 2024 ഒരു 10 ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ. നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേരുടെ മുമ്പിൽ 2024 എന്നെ സാക്ഷിയാക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ 10 ലക്ഷം ഈ വർഷം 10 ലക്ഷം പേരുടെ മുമ്പിലെ നിന്റെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഒരു മോളയുടെ മാതാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവരുടെ പുറമ്പോക്ക് ഭൂമി നിയമവിരുദ്ധമായ വിധേയമായി. അത് 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ മാതാവ് എന്താ പറഞ്ഞത്? ഞാനൊക്കെ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. കടങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ് കവനൻ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ? ഉടമ്പടിയും അതായത് വിനിമയവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ ഇവളോട് പറഞ്ഞ് 15 രൂപ അടച്ച്. അപ്പോൾ പറഞ്ഞാൽ എന്താണ്? നീ പോയി തിരിച്ച് വാങ്ങിക്കുക പട്ടയം മേടിക്കാൻ വേണ്ടി മാതാവ് പറഞ്ഞ പോലെ ഓടി. അവളുടെ പേര് ഇവിടെ എടുത്തിട്ടുണ്ട്, അതായത് പുഷ്പ, കാസർഗോഡ്. ഈ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പോഴേ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവളവിടെ ചെന്നപ്പോഴാണ് മാനേജറിനോട് പട്ടയം ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ് പട്ടയം തരാം, പൈസ എല്ലാം ലോൺ എടുത്ത പൈസ മൊത്തം അടക്കുക. അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത്. മാതാവേ എന്നെ ചമ്മിച്ചാന്ന് ചോദിച്ചു. അതാ കമ്മ്യൂണിക്കേഷൻ. ഉടനെ അവിടെ ഇരുന്ന് ചോദിക്കും, മാതാവേ എന്നെ ചമ്മിച്ച, നീ പറഞ്ഞു കേട്ടല്ലോ ഞാൻ വന്നത്. അപ്പോൾ അവൾ തിരിച്ചടക്കുമ്പോൾ മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും. ഈ സാക്ഷ്യം ഇങ്ങനെ ഇത് പൊക്കുന്ന രസമാണിതിൽ. അത് നിങ്ങൾ ഇന്ന് ഇടുന്നുണ്ടോ? അത് നോക്കിയേക്കണേ. അതായത് എന്ത് സംഭവിച്ചാൽ, നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പട്ടയം മേടിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങളെപ്പോലെ ഇരുന്ന് ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് ഞാനൊരു ദർശനം പറയും. എന്താ പറയണത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊലിക്കട്ടി ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത്. കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് അത് പറയണ സമയത്ത് ചെയ്തിരിക്കും. പിന്നെ വന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലേ ചെയ്യണത്. അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാരെന്നെ കളിയാക്കുക, മറ്റുള്ളവരെന്നെ ട്രോളുക, അത് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്താ പറഞ്ഞത്? അതായത് 126-55 ഫോൺ നമ്പറുള്ളവർ സൂക്ഷിക്കുക. ഇത് വല്ലൊരു ആൾക്കാരെ കിട്ടിയ വല്ലവരും പറയത്തില്ല, ചുമ്മാ തോന്നിയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഡിസൈൻമെൻറ്റിൽ അത് കർത്താവിൻ്റെ മെസ്സേജാണെന്ന് തോന്നി. 126-55. അപ്പോഴേ ഇതിൻ്റെ തിരുന്ന് ഈ നമ്മൾ പറഞ്ഞ പുഷ്പ ഇതിൻ്റെ തിരുപ്പുണ്ടായിരുന്നു. പുഷ്പ പറയും, ഇത് എൻ്റെ ഫോൺ നമ്പറാണല്ലോ. അതാ വിഷയം. കമ്മ്യൂണിക്കേഷൻ ഫോൺ കണ്ടില്ല, കവനൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഈ 126-ലാണ് എൻ്റെ നമ്പർ അവസാനിക്കണത്. എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കണത് 55-ലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും, ഇന്ന് കർത്താവ് കൃപാസനത്തിൽ വെച്ച് നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ 126 എൻ്റെ നമ്പരാണ്, 55 ചേട്ടായിയുടെ നമ്പരാണ്. അപ്പോൾ ഉടനെ ഷൈജു വന്നുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, നമുക്ക് ലോട്ടറി അടിക്കും അല്ലേ? അതെനിക്കറിയാൻ പറഞ്ഞു പറയും. കാര്യം വേറെ മാർഗമൊന്നുമില്ല. പെര വെക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടിയാണേ. വീട് വെക്കാനുള്ള കാരണം എന്താണെന്നറിയാമല്ലോ? വീട് വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ മാതാവ് പറയും, ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ, ഇപ്പം കടുക് പൊട്ടിച്ചോണ്ടിരിക്കുക, വറയിട്ടുകൊണ്ടിരിക്കുകയും, നീ അങ്ങോട്ട് ചെന്നേ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലേ. ഉടനെ ഇവിടെ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോട്ട് നോക്കി ഇരിക്കുന്നു, ബാക്കിൽ പാമ്പിരിക്കണം. അവൾ ന്യൂട്രായിട്ട് ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ച് മാറ്റി മാറ്റിയിട്ട് പാമ്പിനൊക്കെ തലിക്കൊന്നു കളയും.
പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോൾ ഉണ്ട് പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കണം, വലിയ പാമ്പ്. അപ്പോൾ ഇവർക്ക് കരച്ചിലാവും, കർത്താവ് ഈ പുറമ്പോക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോണത്. അപ്പോൾ വീടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പാമ്പ് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവൾ ഈശോയോടാണ് പറയണത്, വേറെ ആരോടും പറയത്തില്ല, വേറെ ആരും പറയാനില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ്, എവിടെയെങ്കിലും പോയി താമസിക്കണ്ടേ, ഇവിടെ എങ്ങനെ ജീവിച്ച കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവളുടെ സങ്കടക്കാരെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ 2-3 കുഞ്ഞുങ്ങളാ മറ്റോ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് ഉടത്തിക്കിട്ട് പാവം ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളുടെ ഇവിടെ ട്യൂബ് ലൈറ്റ് വിട്ടിരിക്കും അവിടെ. എന്താ കാര്യം? പാമ്പ് വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ. പാമ്പ് സമയത്ത് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പറയും, എത്ര ഉറക്കവിൻ്റെ പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങളെ വളർത്തി. പക്ഷേ എവിടെ പോകാനാണ്, ആര് കാശ് തരാനാണ്, എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീണ്ടും രൂക്ഷമാണ്. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ ജീവിക്കും, എവിടെ പോവും, എങ്ങനെ വീട് വെക്കുമ്പോഴാണ് ഇന്ന് ചിന്തിക്കുമ്പോൾ മാതാവ് പറഞ്ഞത്, പട്ടയം റെഡി ആയിട്ടുണ്ട്, പോയി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. പട്ടയം മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ വീട് വെക്കാൻ പട്ടയം കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ 126-55 ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറയും. അത് നോക്കുമ്പോൾ അവളുടെ നമ്പറാണ് 126, ചേട്ടൻ്റെ നമ്പർ 55 അവസാനിക്കുന്നത്. വീട്ടിൽ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നമ്മളെക്കുറിച്ച് കൃപാസനത്തിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുമോടി, അതറിയാൻ പാടില്ല, ഈ നമ്പറിലെ നമ്പറാണ്. ഇങ്ങനെ ഇവർ ഭർത്താവും ഭാര്യയും കൂടി എങ്ങനെ ജീവിക്കും, ഇതെന്താണ് എൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫോൺ നമ്പർ 126 റിങ് ചെയ്യും. റിങ് ചെയ്തപ്പോൾ ഉടനെ അവിടുന്ന് പരിചയമുള്ള ആൾ വിളിക്കും. ഒരു 2 കിലോമീറ്റർ അകലെയുള്ളവർ, നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും. അപ്പോൾ അവർ വിളിക്കുക, അവർ പള്ളിയിലെന്തോ കാര്യമൊക്കെ ചെയ്യുന്നത് നടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സെൻറ്റ് ഓഫിന് എന്തോ ചെയ്യാനാണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഓട്ടോറിക്ഷയിൽ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കും. കൊടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ്. എൻ്റെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്, അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കാശ് തിരിച്ചു തന്നാൽ മതി, അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും, വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറി പണം പോക്കുണ്ടല്ലേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞ് ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി. ഇത്രയും ഉടമ്പടിയിലുള്ള അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരും ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു, അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ പതിമുക്കാൻ ചെയ്യത്തില്ല. പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാകാൻ നോക്കണം. കാര്യം ഉള്ളതുപോലെ പറയണതാണ് ഇവരെല്ലാവരും. ഇപ്പം നോക്കുമ്പോൾ കെസിയായാലും ശരി, അതുപോലെ തന്നെ ഈ പുഷ്പയാലും ശരി, അവളുടെ അവസ്ഥകൾ അവൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അതായത് ഇതൊരു റിലേഷനാണല്ല, ബൈലാറ്ററായിട്ടുള്ള ഒരു ഉഭയകക്ഷി, 2 കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ. അപ്പോൾ ദൈവം ആ റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അവരിപ്പോൾ പുതിയ വീട് വെച്ച് താമസിക്കുകയാണ്. കസ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇനി വീട് വെക്കാമെന്ന വേറെ രസമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പുഷ്പ പറയവേ, കർത്താവേ എനിക്കറിയാം നീയാണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും. ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയല്ല. നമ്മുടെ വിഷയം എന്താണ്? കവനൻ്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്നിട്ട് കർത്താവിനോട് പറയും, നീയാണ് ഇപ്പോഴേ ഈ 5 ലക്ഷം രൂപ അങ്ങനെ കൊണ്ട് തടിയിച്ചതെന്ന് എനിക്കറിയാം, അതിനെനിക്കൊരു അടയാളം തരാൻ പറയും, നീയാണ് ഉള്ളതെന്ന്. ഉടനെ ഒരു വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാൻ നേരത്തെ സാധനം ചീട് തെറിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ട സമയത്ത് വരുമ്പോൾ ഈ പണിക്കൻ പറയും, ഒരു നിമിഷം ഞാനൊരു വിശ്വാസപ്രമാണം ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വാസപ്രമാണം ചെല്ലട്ടെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ക്രിസ്ത്യാനി അല്ല,
അതാണ് വിഷയം. വിളിച്ച ആളറി വിശുദ്ധ പ്രമാണം ചെല്ലട്ടെ എന്ന് ചോദിക്കുന്ന ആളാരാണ്? ഹീസ് നോട്ട് എ ക്രിസ്ത്യൻ. അതൊരു അടയാളമാണ്. അതൊരു അടയാളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെക്കൊണ്ട് ഈ വീട് ചെയ്യിക്കണമെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതി എന്ന് അതായത് ഇപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവർ ശരിക്കും പറഞ്ഞാൽ അത് ബൈബിൾ വരെ പറയണ വിഡ്ഢിയാന്മാരെന്നാ. എന്താ കാര്യം? അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ. അനുഭവമില്ല. അതായത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ഉള്ളത്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ്. അപ്പം അത് എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം, അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത്, വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്. പിടികിട്ടിയ നിങ്ങളത്തെ വിഷയം, ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും. പക്ഷെ അതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയെയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. കാര്യം ഞാനൊരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല, നിത്യത വരെ എത്തുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ നിത്യത വരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന, ഉടമ്പടിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക. നിങ്ങൾ എപ്പോൾ ഈ ധ്യാനം കൂടിയാലും ധ്യാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. എന്നെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ, യേശു കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അമ്മ അത് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല, ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ നമ്മൾ സാധ്യമല്ലാത്തവർ, ഈശോ എല്ലാം സാധ്യമായ ഈശോ, നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കും. കർത്താവ് നിന്നെ വിശുദ്ധമാ വലതുകരം, തിരുമറുവാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കുന്ന പ്രാർത്ഥന അവിടെ സന്ധിബന്ധങ്ങളിലും മാംസപെച്ചുകളിലും ഞരമ്പുകളിലും ശരീരകോശങ്ങളിലും പ്രധാനത്തപ്പെടേണ്ട എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ അസ്ഥികളിലും അസ്ഥിക്കൊടുകളിലും തലച്ചോറിലും ശരീരഞരമ്പുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ഹൃദയ ഞരമ്പുകളിലും കരളിലും ഗർഭാശയത്തിലും ഉദരാശയത്തിലും കർത്താവെ ശിഷ്ടമുള്ള സ്ഥലങ്ങളിലും
കർത്താവെ പീരീഡ്സ് കറക്റ്റാകാത്തവരുണ്ട്, രക്തസ്രാവം നിൽക്കാത്തവരെ സ്പർശിക്കണമേ, മാനസിക അസ്വസ്ഥതകളെ സ്പർശിക്കണമേ, കർത്താവ് എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ, ആസ്മ രോഗികളെ സ്പർശിക്കണമേ, ഓട്ടിസം രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. കുടുംബങ്ങളിൽ തകർച്ചയുള്ളവർ, വിശ്വാസം കുറഞ്ഞുള്ളവർ, സംശയം കൂടിയവർ, ഉടമ്പടിക്ക് ഇതുവരെ അനുഭവമില്ലാത്തവർ, ഉടമ്പടി ഉടപ്പിയിട്ടുള്ളവർ, കർത്താവ് ഉടമ്പടി പരീക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവർ എല്ലാവരുടെയും ദൈവസ്ഥകം നിറക്കണമേ. കർത്താവിൻ്റെ കരുണ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, വാതരോഗങ്ങൾ, വിസർപ്പരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ എല്ലാ പേശികളിലും ഞരമ്പുകളിലും കോശങ്ങളിലും തട്ടലുകളിലും തെറിച്ചുപോയ തെന്നിപ്പോയ കശേരികളിലും കരളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. അരവിച്ച കോശങ്ങൾ, മുഴയുള്ള കോശങ്ങൾ, സിസ്റ്റുള്ള കോശങ്ങൾ, കർത്താവ് മുന്തിരിക്കൊലമുള്ള അസുഖങ്ങൾ, കുടലിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗികൾ, ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് ഓട്ടിസം രോഗികൾ അങ്ങ് സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, കൈവക്കാൻ പറ്റാത്തവർ, അത് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, പ്രസവത്തിന് ശേഷം കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കാണാത്ത കുഞ്ഞുങ്ങൾ, ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുവിനെ സ്പർശിക്കട്ടെ. അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ, അവിടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ. അടിപ്പിണർ പോലെ പൈതാഘാതം പോലെ പിതാവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. പല്ലിലെ വേദന, തൊണ്ടയുടെ അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മക്കളില്ലാത്തവർ കർത്താവ് സ്പർശിക്കട്ടെ. ഉരന്തരത്തെ സ്പർശിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലിക്ക് പോകാൻ പോയിട്ട് കഷ്ടപ്പെടുന്നവർ, നഷ്ടം തിരിയുന്നവർ, തിരിച്ചു പോകാൻ പറ്റാത്തവരെ എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേദിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി വ്യക്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ